നടികർ. കൊള്ളാം കൊള്ളാം. ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നല്ല സിനിമ. നടികത്തില്ല വലിയ കുഴപ്പമില്ല. ടോവിനോയുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. എങ്ങനെ പടത്തിന് നടികർ തിലകമെന്ന് തന്നെ പേരിട്ടിരുന്നാൽ മതിയായിരുന്നു, അതുകൊണ്ടാണ് പടം വീണ? അല്ല അങ്ങനെയല്ല, എന്തോ ഒരു ആവറേജ് സിനിമയാണ് മാത്രം. കുഴപ്പമില്ല, കൊള്ളാം. അത്ര ഭയങ്കര ഇതൊന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫ് വന്നിട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗൊക്കെ ഉണ്ട്. അഭിപ്രായം യൂട്യൂബിൽ കണ്ടിട്ടാണ് വന്ന മിക്സഡ് റിവ്യൂസ് ആണ്, അത് കണ്ടിട്ടാണ് വന്ന. കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിളാണ്. ഇപ്പോൾ കണ്ടിട്ട് അന്ന് ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് മാത്രം കുറച്ച് ലാഗ്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഓവറോൾ എന്താ സ്ക്രിപ്റ്റ് അങ്ങനെ കുറച്ച് ലാഗ് അത്രേ ഉള്ളൂ. അതെ, കുറച്ച് ലെങ്ത് കൂടി പോയി, അതാണ് സെക്കൻഡ് ഹാഫിൽ. അതെ, ഇത് എല്ലാ സിനിമയെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും എക്സ്ട്രാ ആയിട്ട് ഒന്നുമില്ല. അഭിനയം കൊള്ളാം, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കാണാൻ നല്ല ഗ്ലാമറായിട്ടൊക്കെ കാണേണ്ടത്. നല്ല മൂവിയാ, ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ടോബിയുടെ പെർഫോമൻസ് ഒക്കെ? എങ്ങനെയുണ്ട്? നല്ല പെർഫോമൻസ് ആണ്. പുള്ളിക്കാരൻ അഭിനയിക്കാൻ അറിഞ്ഞൂടാത്ത ആളായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ്? എല്ലാം നന്നായിരുന്നു. ഭാവന ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. എങ്ങനെ എല്ലാവരും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണോ, അതോ ഒരു എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ കണ്ടതാ, പക്ഷെ ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു. ഫാമിലിക്കൊക്കെ ഒന്ന് കാണാം, സുഖമായിട്ട് കാണാം. കുഴപ്പമില്ല. എങ്ങനെയാണ് ടോബിയുടെ പെർഫോമൻസ് ഒക്കെ? എങ്ങനെയാണ്? നല്ലതായി. ബ്രോ കണ്ടിരിക്കാം, കുഴപ്പമില്ല. കുഴപ്പമില്ല, ഫ്ലാറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പ് ആൻഡ് ഡൗൺ അല്ല, പക്ഷെ കണ്ടിരിക്കാം, കുഴപ്പമില്ല. എന്താണ് പറയുന്നത്? അല്ല, പോസിറ്റീവ് അങ്ങനെയല്ല, ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടേ പോകണം, പക്ഷെ ബോറിംഗ് ഒന്നുമില്ല, കണ്ടിരിക്കാം. കുഴപ്പമില്ല, അത്രേ പറയാവുള്ളൂ. പിന്നെ ടോവിനോയുടെ ആക്ടിങ് നല്ലതായിരുന്നു, വൺ ടൈം വാച്ചബിൾ. നെഗറ്റീവ് റിവ്യൂസ് മിക്സഡ് ഒക്കെ ആയിരുന്നു, അപ്പോൾ അത് അറിഞ്ഞാണോ വന്നതല്ല? അറിഞ്ഞു തന്നെ വന്നത്, പ്രതീക്ഷയ്ക്ക് അത്രയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. എല്ലാവരും നല്ല അഭിനയമായിരുന്നു, കുഴപ്പമില്ല. അഭിനയം ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ നല്ല അഭിനയമായിരുന്നു, പക്ഷേ പ്രതീക്ഷയ്ക്ക് അത്ര ഇല്ല, എന്തോ പോലെ ഒരു ലാഗായിട്ട് ഫീൽ ചെയ്യണം. ജൂനിയർ ലാലിൻ്റെ ഒരു പടമല്ലേ, അപ്പോൾ എങ്ങനെയാണ് മറ്റുള്ള പടങ്ങൾ വെച്ചിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം അതിൻ്റെ ആ എക്സ്പെക്ടേഷൻ അത്രയ്ക്ക് എത്തിയില്ല ബ്രോ. ടൊവിനോനെ ഇഷ്ടമുള്ളവർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെന്താ, ഇച്ചിരി ഇമോഷണലാണ്. അമ്മയ്ക്കൊക്കെ ഇച്ചിരി കണക്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ആവറേജ് പടം, പക്ഷെ കൊള്ളാം. മറ്റുള്ള ലാൽ ജൂനിയർ സിനിമകളിൽ നിന്ന് ഇതിന് എന്താണ് ഒരു വ്യത്യസ്തത എന്ന് പറയാൻ? വ്യത്യസ്തത എന്ന് പറയാനായിട്ട് അദ്ദേഹം ചെയ്തു വന്ന പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ വലിയൊരു സംഭവമല്ലായിരുന്നു. അതെ 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 കുറച്ച് ഇപ്പൊ കണ്ടുവന്നു. അതെ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. ടൊവിനോ ഒരു ഡിഫറെന്റ് ലുക്കിലൊക്കെ വന്നു. അതെ ബാലു ടൊവിനോ കോംബോ എനിക്കിഷ്ടായിരുന്നു. അവർ തമ്മിൽ നൈസായിരുന്നു, അവർ തമ്മിലുള്ള. ശരി, അയ്യോ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആക്കായിരുന്നു, സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. എങ്ങനെയുണ്ട്? ഒരു തിരിച്ചുവരവ് തന്നെയാണോ? നിവിൻ പോളി കൊള്ളാം, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പാകിസ്ഥാൻകാരൻ അഭിനയിച്ചിട്ടുണ്ട്, പൊളിയാണ്. കോമഡിയൊക്കെ വർക്കൗട്ട് ആയ? കോമഡി കൊള്ളാം, അത്യാവശ്യം. ഫസ്റ്റ് ഹാഫ് ഒരു ലാഗായിരുന്നു. എക്സ്പെക്ടേഷൻ ഇല്ലാതെ കയറിയത്, പക്ഷെ എനിക്ക് നന്നായിട്ട് വർക്കായി, ഇഷ്ടപ്പെട്ടു. കുറച്ച് ഓവർ സെന്റിമെന്റ്സ് കുറച്ച് കഴിഞ്ഞാൽ പടം നല്ല പടം. ദിവസം പ്രതീക്ഷിച്ച് പോയോണ്ട് നെഗറ്റീവ് റിവ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. അതായിരിക്കാം, പക്ഷെ എനിക്ക് വർക്കായി, ഇഷ്ടപ്പെട്ടു.